കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഇന്നിപ്പോൾ നല്ല നല്ല പരിപാടികളായിരുന്നു. ഇന്നലെ ചിത്രയുടെ ഗാനമേളയും ഒക്കെ ആയിരുന്നു. ഇന്നും നല്ല നല്ല പരിപാടികളുണ്ട്, നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കിടാവിളക്കും വലതുവശത്ത് ആദ്യത്തെ തൂണൊക്കെ നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് ആ ചതുർബാഹുവായ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം നിറച്ചും അലങ്കാരം കേട്ടോ, കളഭാലങ്കാരം. ഇന്ന് കാണുന്നത് ആദ്യം തന്നെ ആനേനെയാണ് കാണുന്നത്. ആനയുടെ കാലുകൾ കാണാണ്ട്, അതും ആ ചങ്ങലയൊക്കെ ഉണ്ട്, ചുവന്ന കയറൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമായിട്ട് ഇങ്ങനെ ആനേനെ എന്തൊരു രസമായിട്ടാണ് കാണുന്നതെന്നറിയോ. എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ മസ്തകത്തിൻ്റെ അടുത്ത് ആനപ്പുറത്ത് കയറിയിരിക്കണം നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. 2 കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, അങ്ങനെ നല്ല ഉത്തരീയൊക്കെ എടുത്ത് മഞ്ഞപ്പട്ടൊക്കെ കൊടുത്ത് അങ്ങനെ നല്ല രസമായിട്ടുള്ള ആ ഉണ്ണിക്കണ്ണനാണ്. ഉണ്ണിക്കണ്ണൻ അങ്ങനെ ആനപ്പുറത്തിരിക്കുകയാണ്. കയ്യിലൊരു തിടമ്പുണ്ട് കേട്ടോ. തിടമ്പൊക്കെ പിടിച്ച് ആ നെറ്റിപ്പട്ടൊക്കെ ഇട്ട് ആനയുടെ ഉത്സവമാണ് അവിടെ ഉള്ളത്. പുറത്ത് ഉത്സവം കാണുമ്പോൾ അകത്ത് ഉത്സവം ആയിക്കോട്ടെ വെച്ചിട്ടാണ്. എന്തായാലും ഉണ്ണിക്കണ്ണൻ വളരെ നന്നായിട്ടുണ്ട്. ആ ഒരു കാഴ്ച എത്ര മനോഹരമാണെന്നറിയോ. ചതുർബാഹുവായ വിഗ്രഹം നിറച്ചുണ്ടേനും ആനേനെ അങ്ങോട്ട് റെഡിയാക്കാൻ നന്നായിട്ട് കളഭം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും കാണാണ്ട്, മസ്തകവും അതൊക്കെ കാണാണ്ട്. അതേപോലെ തന്നെ അതിൻ്റെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഉണ്ണിക്കണ്ണൻ അതീവ സന്തോഷവാനായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാണ്. അരമണിക്ക് ഇങ്ങനെയൊക്കെ കാണാണ്ട്. അതേപോലെ മുകളിലേക്ക് നോക്കിയാൽ വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാമാല ഒക്കെ ഉണ്ട്. പിന്നെ തിരുനെറ്റിയിൽ ഗോപി തിലകം തൊട്ടിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കിയാൽ തിരുമുടിമാലകൾ കെട്ടിയിട്ടുണ്ട്. 2 തിരുമുടിമാല ഉണ്ട്, വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ളത്. അതേപോലെ ഉണ്ടമാലി 2 ഉണ്ട്, അതും തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട്. നല്ല രസമായിട്ടുള്ള കാഴ്ച. നിറച്ചുണ്ട്, ആ വിഗ്രഹം നിറച്ചുള്ള കളഭാലങ്കാര, അതിമനോഹരം എന്ന് പറയാം. അങ്ങനെ നോക്കിയാൽ കാണുന്ന ആ ഒരു കാഴ്ചയാണ്. മുകളിലും വിധാനമായിട്ട് 4-5 ഉണ്ടമാലയും അതേപോലെ താമരമാലയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിരുമുന്നിലാണ്, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ കണ്ടു തൊഴാം. ഉത്സവ സമയത്തുള്ള ഗുരുവായൂരപ്പനെ നമ്മൾ കാണുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. എന്നിട്ട് തൊഴുത് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ആ തിടപ്പള്ളിയും ആലിലക്കണ്ണനെയൊക്കെ കണ്ടു തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങോട്ട് ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോഴോ അവിടെയും അലങ്കാരമൊക്കെ ആയിട്ടുണ്ട്. നല്ലൊരു മഞ്ഞ മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അതിന് മുകളിൽ ചെറിയൊരു ചോപ്പിൻ്റെ ഇതുണ്ട്. പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്വർണത്തിൻ്റെ മാല ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരം. അപ്പോൾ ഗണേശനെ നമുക്ക് കണ്ടു തൊഴാം. ധാരാളം തെച്ചിപ്പൂക്കളൊക്കെയാണ് ഇന്ന് അർച്ചനയ്ക്കുള്ളത് അവിടെ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് ചെറിയ ഗണേശനെയും അതേപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. പിന്നെ മേൽശാന്തിര അവിടുന്ന് ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പൊട്ടക്കുഴി ഭവതാസ്വദിക്കനാണ്. വളരെ നന്നായിട്ടുള്ള കളഭാലങ്കാരമായിരുന്നു. അപ്പോൾ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ഇപ്പോൾ അവിടെ സ്വർണ്ണ പഴുക്കാമണ്ടപം ഇരിക്കുകയല്ലേ. അപ്പോൾ എന്നാൽ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാൽ കാണാം കേട്ടോ. പിന്നെ അങ്ങനെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെയും ധാരാളം മാലകളുണ്ട്, വെളുത്ത പൂവുണ്ട്, അതേപോലെ ചെണ്ടുമല്ലിപ്പൂവുണ്ട്, പിന്നെ താമരകളുണ്ട്. ബ്രഹ്മാവിനും
വിഷ്ണുവിനും കൂടിയുള്ള നല്ലൊരു വലിയ മാലുണ്ട്. അങ്ങനെ അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴുത് പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമിയെ കാണാം. അത് കണ്ട് പിന്നീട് അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, അങ്ങനെ ശ്രീകൃഷ്ണനെന്ന് തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അതേപോലെ മുരുകനും തുളസിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിക്ക് കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ, ഇന്ന് മാലകളൊന്നുമില്ല. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണിനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. മണിക്കിണറും ഭഗവാന്റെ നൃത്താരയും അതേപോലെ ഭഗവാന്റെ മുളയാറയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ കുറൂരമ്മയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ അങ്ങനെ കണ്ടു തൊഴാം. പിന്നീട് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തിയാൽ അമ്മയെ കണ്ട് തൊഴാം. അമ്മയുടെ അവിടെ നിന്ന് ഗോളകി തന്നെയാണ്. അതേപോലെ ഒരു വെളുത്ത പട്ടാണ്. അതിൻ്റെ മുകളിൽ നിറയെ പൂക്കളുണ്ട്. നല്ലൊരു പച്ച നെക്ലസ് ഉള്ള മാലയുണ്ട്, പച്ച കല്ലുള്ള മാല. അതേപോലെ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ നല്ല രസമായിട്ട് കാണാണ്ട് അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് കഴിഞ്ഞ് അമ്മയെ കണ്ട് തൊഴുത് ആ കോർണറിലേക്ക് പോവുക. അവിടെ എത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പ്രദർശനം ചെയ്ത് വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണീനെ കണ്ട് തൊഴുത് പിന്നെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ കളഭാലങ്കാരമൊന്നും ആയിട്ടില്ല, പക്ഷേ നന്നായിട്ട് കിരീടം വെച്ചിട്ടുണ്ട്, നല്ല മാലകളുണ്ട്. അവിടെയും ഇവിടെയൊക്കെ സ്വർണത്തിൻ്റെ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്, വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടെ പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വന്ന് നേരെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും അതേപോലെ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. എന്നിട്ട് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നമ്മൾ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം ആ ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം നാരായണാലയത്തിൽ നിന്ന് കണ്ട് തൊഴാം. പിന്നീട് ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് അവിടെ നിന്നും വന്ന് കണ്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അവരവരെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.